ഹലോ ഗൈസ്, ഇപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടോ, നിങ്ങൾ പ്രണയത്തിലാണോ, നിങ്ങൾ ആ, ഒരു ഉം, ഒരു പ്രണയം ഏറ്റുവാങ്ങി നിൽക്കുന്ന വ്യക്തികളാണോ എന്നുള്ളവർ മാത്രം കണ്ടാൽ മതി. ഇത് സിംഗിൾസിനുള്ള ഒരു വീഡിയോ ആയിട്ട് കൂട്ടണ്ട. സിംഗിൾസിനുള്ള വീഡിയോ ഞാൻ ഉടനെ ആയിട്ട് വരും. ഇത് റിലേഷൻഷിപ്പിൽ എന്താണ്, നിങ്ങളുടെ നിലവിലെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ജനറൽ റീഡിംഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിനെ ജസ്റ്റ് ഒന്ന് മനസ്സിൽ ചിന്തിച്ചാൽ മാത്രം മതി നമുക്ക്. അപ്പം എനിക്കിവിടെ ഒരുപാട് എനർജി ഫ്ലോ ആവും. ആ ഒരു ഫ്ലോയിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കറണ്ട് സിറ്റുവേഷൻസ് എന്താണ്, നിങ്ങൾ തമ്മിലുള്ള പ്രോബ്ലംസ് എന്താണ്, ഇത് ആകാശിക് റെക്കോർഡാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഉള്ളൊരു രൂപം എന്താണെന്നൊക്കെ ടോട്ടൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമുക്ക് നോക്കാം എന്താണ് ആ ഒരു സിറ്റുവേഷൻസും കാര്യങ്ങളൊന്നും എല്ലാം നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ കാണിക്കുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഇവിടെ കാണിക്കുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലോപ്പ് സിറ്റുവേഷനാണ്. ഫ്ലോപ്പ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താ പറയുക, അടിത്തറ, ഒന്നാമത്തെ കാര്യം ഇതിലൊരു അടിത്തറയോ വലിയ കാര്യങ്ങളോ ഇല്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് അങ്ങനെ പോകുന്ന ഒരാളായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. ഈ വ്യക്തി സംഭവം രണ്ടുപേരുടെ ലൈഫിലും ഒരുപാട് ട്രോമാസും രണ്ടുപേരുടെ ലൈഫിലും ഒരുപാട് ഇഷ്യൂസും ഉണ്ടായ, എനർജി പരമായിട്ടായാലും അതുപോലെ തന്നെ എന്താ പറയുക, ഡിവൈൻ പരമായിട്ടായാലും അതുപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്ത് പരമായിട്ടായാലും കരിയർ റിലേറ്റഡ് ആയാലൊക്കെ ഒരുപാട് ഇഷ്യൂസ് നേരിടുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഇവിടെ കാണാൻ പറ്റുന്നത് ഇത് എവിടം തൊട്ടാണ് തുടങ്ങിയത് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എപ്പോഴാണോ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് തുടങ്ങിയത് ആ സമയം തൊട്ടാണ് നിങ്ങൾക്ക് പ്രോബ്ലംസ് തുടങ്ങിയത്. അതായത് നിങ്ങൾ എപ്പോഴാണോ നന്നായിട്ട് ജീവിക്കണം അല്ലെങ്കിൽ നല്ല രീതിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം, രണ്ട് പേർക്കും ഒരുമിച്ച് പ്രണയം തോന്നി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ പ്രണയം തോന്നി തുടങ്ങിയത് ആ സമയം തൊട്ടാണ് ഇവിടെ പ്രോബ്ലംസ് വരാൻ വേണ്ടി തുടങ്ങിയത്. അതിന്ന് വരെ ഒരു പ്രോബ്ലംസ് ഇല്ലായിരുന്നു. നിങ്ങൾ എപ്പോഴാണോ ഈ വ്യക്തിനെ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചത് ആ ഒരു സമയം തൊട്ടാണ് നിങ്ങളുടെ റിലേഷനിൽ ഒരുപാട് പ്രോബ്ലംസ് വരാൻ വേണ്ടി തുടങ്ങിയത് എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഓൾമോസ്റ്റ് ഈ വ്യക്തിനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ ഈ വ്യക്തിയെ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ച് തുടങ്ങിയ സമയം തൊട്ട് ആ വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് ഇഷ്യൂസ് വരാൻ വേണ്ടി തുടങ്ങി എന്നുള്ളത് തന്നെയാണ്. പിന്നെ കൂടുതലും ഈ വ്യക്തിയുടെ ലൈഫിലൊരു സക്സസ് വരാൻ തുടങ്ങിയ സമയത്ത് ഈ വ്യക്തി നിങ്ങളെ ഓൾമോസ്റ്റ് അവോയ്ഡ് ചെയ്യും. അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ലൈഫിൽ കരിയർ റിലേറ്റഡ് ആയിട്ട് ഈ വ്യക്തിക്ക് ഒരു സക്സസ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഈ വ്യക്തി സ്റ്റേബിളായിട്ട് നിൽക്കുന്ന സമയം തൊട്ട് ആൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ആളുടെ ലൈഫിൽ വരാൻ വേണ്ടി തുടങ്ങി. ഈ വ്യക്തി എപ്പോഴാണോ ആ വ്യക്തിയുടെ കരിയറിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ആ ഒരു സമയം തൊട്ട്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എപ്പോഴാണോ സെൽഫിഷ് ആയിട്ട് ആ വ്യക്തിയുടെ കാര്യത്തിലോട്ട് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ആ സമയം തൊട്ട് നിങ്ങൾക്ക് ഈ വ്യക്തി വാല്യൂ തരാണ്ട് ആയി. അവിടം തൊട്ടാണ് നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രോബ്ലംസ് വരാൻ വേണ്ടി തുടങ്ങിയത് എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി, അതായത് നിങ്ങൾ ആരെയാണോ മനസ്സിൽ ചിന്തിക്കുന്നത് ആ വ്യക്തി നിങ്ങളെതൊരും കളഞ്ഞിട്ട് പോയി അല്ലെങ്കിൽ നിങ്ങളെ വിട്ടിട്ട് പോയി എന്നൊന്നും നിങ്ങൾ ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അങ്ങനെ വിട്ടിട്ട് പോയിരുന്നില്ല. ആൾ ഇമോഷണലി നിങ്ങളുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. നിങ്ങളെക്കുറിച്ച് ഒരുപാട് ആലോചിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി ഒരുപാട് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തി എത്ര ഹൈപ്പിൽ പോയാലും എത്ര ഡൗൺ ഫെയിലർ സിറ്റുവേഷനിൽ പോയി കഴിഞ്ഞാലും നിങ്ങളെ ഇട്ടിട്ട് പോകില്ല. കാരണം ഈ വ്യക്തിയുടെ ലൈഫിൽ വന്നതിന് ശേഷം ഈ വ്യക്തി നിങ്ങൾ കാരണം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി ലൈഫ് എന്താണ്, ജീവിതം എന്താണ്, പ്രണയം എന്താണ്, ഒരു ആശ്വാസം എന്താണ് എന്നൊക്കെ ഉള്ളത് ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഭയങ്കരമായിട്ടും ഒരു ടച്ചിലുണ്ട്. കോഡ് കണക്ഷൻ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ എത്ര ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാലും ആരും നിങ്ങളുടെ ഇടയിൽ കയറി ഒരുപാട് ആൾക്കാർ കയറി കളിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം നിങ്ങളുടെ റിലേഷൻ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാർ ഈ റിലേഷനിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. കാരണം എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സഫറും ചെയ്തിട്ടുണ്ട് കേട്ടോ. സീരിയസ്ലി ഞാൻ പറയുന്നത്, ഒരുപാട് ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി സഫർ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ തന്നെയാണ് ടോപ്പ്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ മാത്രമാണ് ന്യായം എന്ന് പറഞ്ഞ് നിൽക്കുന്നൊരു സിറ്റുവേഷനില്ല. ഹിസ് സെൽഫ് അല്ലെങ്കിൽ ഹിം സെൽഫ് അല്ലെങ്കിൽ അവളുടെ അല്ലെങ്കിൽ അവൻ്റെ സെൽഫ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
നിങ്ങളുടെ അടുത്ത് പറയാതെ ഒരുപാട് സഫർ ചെയ്ത, ഒരുപാട് കഷ്ടപ്പെട്ട ഒരു സമയം ആൾക്കുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ബട്ട് ആ ടൈം കഴിഞ്ഞ സമയത്ത് ഉണ്ടായ കുറച്ച് പ്രോബ്ലംസും സിറ്റുവേഷൻസൊക്കെ ഉണ്ട്. അത് എനിക്കത് കണക്ഷൻ കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാനത് ഓർത്തെടുത്ത് പറയാനും പോകുന്നില്ല. ബട്ട് പക്ഷേ ഒരുപാട് ഇഷ്യൂസാണ്, ഒരുപാട് പ്രോബ്ലംസും ഒരുപാട് ഇഷ്യൂസും നിൽക്കുന്ന സിറ്റുവേഷനിലായാലും ഈ വ്യക്തി നിങ്ങളെ ഇട്ടിട്ട് പോകാനൊന്നും ആ വ്യക്തി അങ്ങനെ പറ്റത്തില്ല. കാരണം ഇമോഷണലി നിങ്ങൾ തമ്മിൽ കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ വാട്ടർ സൈനും ഒരാൾ ഫയർ സൈനും ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. എർത്ത് സൈനേക്കാളും വാട്ടർ സൈനും ഫയർ സൈനും ആണ് ഇത് കൂടുതൽ എനർജി എനിക്കിവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കറൻ്റ്ലി ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് എന്തൊക്കെയോ ഈഗോ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മെൻ്റലി ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇഷ്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ വിധിപ്രകാരം കർമ്മ റിലേറ്റഡ് ആയിട്ട് സോൾമേറ്റ് കണക്ഷൻസ് എന്തൊക്കെയോ ഒരു ആരംഭം തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിക്കുന്ന സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മനസ്സിലാവുന്ന ഇതൊരു കപ്പലാണ്. ഈ ഒരു കപ്പലിൻ്റെ ടോപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ആ വ്യക്തിയുടെ ജേണിയാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഫ്യൂച്ചറാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കരിയർ അതാണ് നോക്കുന്നത്. പക്ഷേ ആ വ്യക്തിയുടെ കുടുംബജീവിതം ആ വ്യക്തി നോക്കാത്തത് കൊണ്ട് തന്നെ അടിയിൽ നിന്ന് കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിവിടെ എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്, വാട്ടർ സൈൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയുടെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുമിച്ചാണ് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നതൊന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കപ്പലിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും കയറി ഒരുമിച്ച് ആ ഡെസ്റ്റിനിയിലോട്ട് പോകാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും ആ ഡെസ്റ്റിനിയിൽ പോകാൻ പറ്റില്ല, നിങ്ങളുടെ കപ്പൽ മുങ്ങിപ്പോവും ടൈറ്റാനിക്കിനെ പോലെ. അപ്പം ഇവിടെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കാണിക്കുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇവിടെ മേജറിൽ വരുന്നത് നിങ്ങൾക്കൊരു വാല്യൂ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്ഥാനം തന്നിട്ടില്ല. അതിൻ്റെ തന്നെയാണ് ആ വ്യക്തിയാണ് വലുത്. അല്ലെങ്കിൽ ഒരു സമയം വന്ന സമയത്ത് ആ വ്യക്തി സക്സസ്സിലോട്ടും കാര്യങ്ങളിലോട്ട് പോയ സമയത്ത് നിങ്ങളെ ഈ വ്യക്തി മൈൻഡ് ചെയ്തില്ല. അപ്പം അല്ലെങ്കിൽ ഫ്രണ്ട്സ് വന്ന സമയത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള വാല്യൂയും കാര്യം തരാത്തതിൻ്റെ ഒരു പ്രോബ്ലം ആയിട്ടാണ് കാണാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സാധനം എന്താണെന്ന് നിങ്ങളും പറഞ്ഞിട്ടില്ല, ആ വ്യക്തിക്ക് അറിഞ്ഞും കൂടാ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എത്തിപ്പെട്ട സമയത്ത് ഉണ്ടാകുന്ന കുറച്ചധികം ഇഷ്യൂസ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇതിന് പുറമെ വേറെ കപ്പിൾസ് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുക. മൂട്ടൽ, മറ്റേത് മറിച്ചത് സ്വഭാവം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയും കുറച്ച് ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണാൻ പറ്റും. മേ ബി നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സ് തന്നെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കി തീ കൊളുത്തി വിട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ വരുന്നത്. പക്ഷേ ഒരു ഒറ്റപ്പെട്ട സിറ്റുവേഷനിലാണ് കേട്ടോ, ഇപ്പോഴും കാണാൻ പറ്റുന്നത് ഒരു ഒറ്റപ്പെട്ട സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആളും ഡിപ്രഷനും സിറ്റുവേഷൻസും നെഗറ്റീവും തന്നെയാണ് കാണാൻ പറ്റുന്നത്. അല്ലാത്ത ആളും സക്സസ്സും അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര ഹാപ്പിനെസ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊന്നും അല്ല ആൾ കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഇയാളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വ്യക്തി ഭയങ്കര സക്സസ് ആണ്, ഈ വ്യക്തി ഭയങ്കരമായിട്ടും മാനിപ്പുലേഷനാണ്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് അങ്ങനെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഈ വ്യക്തി ഭയങ്കര സക്സസ്സിലാണ് നിൽക്കുന്നത്. പക്ഷേ എല്ലാം ഉണ്ടെങ്കിൽ പോലും എത്ര സക്സസ് നിന്ന് കഴിഞ്ഞാലും ആ വ്യക്തിയുടെ അടിസ്ഥാനമില്ല. അല്ലെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ആലോചിച്ച് ആൾ വിഷമിക്കുന്നുണ്ട്, ഒരുപാട് പെയിൻ ആവുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് എന്തൊക്കെ വന്നാലും. ഓക്കെ, അപ്പം ഇവിടെ കാണിക്കുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മേ ബി ഒരു വലിയൊരു ഇഷ്യൂസിൽ പോയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. വലിയൊരു ഇഷ്യൂസിൽ പോയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കുറേ കാലം കൊണ്ടുണ്ടായിരുന്ന റിലേഷൻഷിപ്പാണ്. ഒരുപാട് പേർക്ക് ലോങ് ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. കാരണം ആ വ്യക്തി ലോങ് ഡിസ്റ്റൻസ് ആണ്. ഇത് മേജർലി വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ രണ്ടറ്റത്ത് നിന്നിട്ട് ഒരുപാട് വേദനിക്കുന്ന സിറ്റുവേഷൻസ് ആയിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാടുണ്ട്. ഒരു കാര്യം തന്നെ ഇത് ഒരുപാട് ഇൻഡ്യൂഷൻസ് എനിക്കിവിടെ കിട്ടുന്നുണ്ട്. കാരണം ലോങ് ഡിസ്റ്റൻസ് സിറ്റുവേഷൻസ് ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തോട്ട് വരണം എന്നുള്ള ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഉള്ള സിറ്റുവേഷൻസ്, ചില മാനിപ്പുലേഷൻ സിറ്റുവേഷൻസ്, പിന്നെ കുറേ അധികം ആൾക്കാരുടെ ഇൻഫ്ലുവൻസ്, കുറേ അധികം നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, ഇതൊക്കെ പിന്നെ നിങ്ങളുടെ തന്നെ ചില മാനിഫെസ്റ്റേഷൻസ് ഉണ്ട്. അതായത് എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വ്യക്തിക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട്, ആ വ്യക്തി എൻ്റെ അടുത്ത് വരും, ആ വ്യക്തിക്ക് വേറെ തേർഡ് പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞ് അതങ്ങ് പറഞ്ഞ് നിങ്ങളങ്ങോട്ട് മാനിഫെസ്റ്റേഷൻ ആക്കി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വല്ല മാനിഫെസ്റ്റേഷൻ സ്കില്ലുണ്ട്, നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന, നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 100% പിറ്റേ ദിവസം ആ വ്യക്തിയുടെ ലൈഫിലോട്ട് ഒരാൾ വരും, ഇവർ തമ്മിൽ കമ്മിറ്റഡ് ആവും, ഇവർ തമ്മിൽ റിലേഷനിലാവും. അപ്പം ഇതാരാണ് സെറ്റ് ചെയ്ത് കൊടുത്തത്? നിങ്ങളാണ് സെറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പം സത്യം. അപ്പം അങ്ങനെയും ഒരു സിറ്റുവേഷൻസ് നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ് ഇവിടെ വെയിറ്റിംഗ് പീരീഡ് കാണിക്കുന്നത് കേട്ടോ. ഒരുപാട് പേര് അവിടെ സോൾമേറ്റ് കണക്ഷൻ കാണാൻ പറ്റുന്നുണ്ട്. സോൾമേറ്റ് കണക്ഷനിലുപരി പ്രണയം എന്താണെന്ന് എനിക്ക് കാർഡ് വഴി കിട്ടുന്നുണ്ട്. അതായത് ആ ഒരു മനസ്സിൻ്റെ ആ ഒരു കണക്ഷൻ, നമ്മൾ നീ ഇല്ലാണ്ട് പറ്റൂല, അല്ലെങ്കിൽ നീ വന്നാലേ എൻ്റെ ലൈഫിലൊരു പൂർണ്ണത ഉണ്ടാവുള്ളൂ, നീയാണ് എൻ്റെ ലൈഫിൻ്റെ പകുതി, അല്ലെങ്കിൽ നീയാണ് എൻ്റെ പൂർണ്ണത എന്ന് പറയുന്നൊരു സിറ്റുവേഷൻസ് ഇല്ലേ,
അതിവിടെ എനിക്ക് ആ പെയിൻ എനിക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുടെ പ്രണയത്തിൻ്റെ, ബന്ധത്തിൻ്റെ ആ ഒരു കണക്ഷൻ എനിക്കിവിടെ മനസ്സിലാവുന്ന സിറ്റുവേഷൻസ് ആയിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ വ്യക്തി നിങ്ങളെ ഒരുപാട് നോക്കി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ചില ആൾക്കാരെ സംബന്ധിച്ച്. ചില ആൾക്കാരെ സംബന്ധിച്ച് മാത്രം കേട്ടോ. ഇത് നിങ്ങൾക്ക് കണക്റ്റഡ് ആവുന്ന ആൾക്കാർക്ക് മാത്രം. പാസ്റ്റ് ലൈഫ് ഇത് ആകാശിക റെക്കോർഡാണ്. അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ടും ഇത്ര കണക്ഷൻ കിട്ടുന്നത് എനിക്ക്. ഇവിടെ കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. ഡിവൈനായിട്ട് സോൾ കോൺട്രാക്റ്റ് എഴുതി ഒപ്പിട്ട് വന്നിരിക്കുന്ന 2 പേരായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ മാത്രമല്ല ഈ റിലേഷൻഷിപ്പിൽ ഉള്ളത് എന്നുള്ള മനസ്സിലാക്കണം. നിങ്ങൾക്കുപരി ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളെ ഒരുമിപ്പിക്കാനും വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് വരും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഡിവൈൻ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ നോ കോൺടാക്ട് സിറ്റുവേഷൻ, എന്താ പറയുക, തേർഡ് പാർട്ടി, അങ്ങനെയൊക്കെ ഒരുപാട് സിറ്റുവേഷൻസ് വന്ന് നിന്ന് കഴിഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസ്, ഇടയ്ക്കിടയ്ക്കുള്ള വന്ന് പോക്ക് വരവ് അങ്ങനെയൊക്കെ നിൽക്കുമെങ്കിൽ പോലും സ്ഥിരമായിട്ടുള്ളൊരു നിൽക്കലോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ വ്യക്തി കാരണം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. റേക്കി, സ്പിരിച്വൽ, അല്ലെങ്കിൽ കാർഡ് റീഡിങ്, അതുപോലെ തന്നെ എന്താ പറയുക, മെഡിറ്റേഷൻ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അതുമാത്രമല്ല ഒരുപാട് ഗ്രോത്തും നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അറിവ് 2 പേർക്കും. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് സ്പിരിച്വാലിറ്റി എന്താണ്, അല്ലെങ്കിൽ റീഡിങ് എന്താണ്, അങ്ങനെയൊന്നും അറിയാനുള്ള വഴി ഉള്ളതായിട്ട് കാണുന്നില്ല. ദൈവവിശ്വാസമൊക്കെ ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കൂടുതലധികം പേർക്കും ഡിവൈൻ സപ്പോർട്ട് ഇല്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് ഡിവൈൻ സപ്പോർട്ട് ഇല്ല എന്നുള്ളത് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് തന്നെയാണ് ഇതിനെക്കുറിച്ച് അറിയാമെന്നുള്ളതും, നിങ്ങൾക്ക് തന്നെയാണ് എന്താണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മൈൻഡും കാര്യങ്ങളും എല്ലാം അറിയാമെന്നുള്ളതും. ആൾ കൂടുതലും മെറ്റീരിയൽ ലൈഫും സ്പിരിച്വൽ ലൈഫും അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, കറക്റ്റ് കണക്ഷൻ കിട്ടുന്നില്ല ആൾക്ക്. നിങ്ങളെ സംബന്ധിച്ച് ആ കണക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ആ ടെലിപ്പതി കണക്ഷൻ കിട്ടുന്നുണ്ട്. എന്താണ് ഏതാണെന്ന് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഭയങ്കര അഹങ്കാരവും ജാടയും, അല്ലെങ്കിൽ ഞാൻ മറ്റേതാണ് മറിച്ചതാണ് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അങ്ങനത്തുള്ള ഒരു സംഭവം ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം. അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങളും ഡിവൈനും തമ്മിലാണ് കണക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളും ആ സോൾ കോൺട്രാക്റ്റും തമ്മിലാണ് കണക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ബ്ലൈൻഡഡ് ആണ്. ആൾക്കൊന്നും അറിയത്തില്ല. ആൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നു, അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ പോകുന്നു, ആളുടെ സക്സസ് നോക്കി പോകുന്നു, ആളുടെ സ്പിരിച്വൽ ലൈഫ് നോക്കി പോകുന്നു, ആളുടെ മെറ്റീരിയൽ ലൈഫ് നോക്കി പോകുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിട്ടാണ് ആളെ സംബന്ധിച്ച് കാണപ്പെടുന്നത്. ഇത് ഈവൻ നിങ്ങൾ ചെന്ന് പറഞ്ഞു കൊടുത്താലും, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും വീഡിയോസോ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ പോലും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആ വ്യക്തി കണക്റ്റഡ് ആവാത്തതിൻ്റെ കാരണം ആ വ്യക്തി ആ കർമ്മപരമായിട്ടുള്ള സിറ്റുവേഷൻ ഇതുവരെയും ഇറങ്ങിയിട്ടില്ല. ആ സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയോ ശേഷിയോ ആ വ്യക്തിക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയോട് നിങ്ങൾ എത്രത്തോളം എന്തൊക്കെ പറഞ്ഞിട്ടും എന്താണ് കാര്യം അങ്ങനെ ഒന്നും മനസ്സിലാവത്തില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ കർമാസ് നിങ്ങളെടുത്ത് അനുഭവിക്കേണ്ടി വരും, ആ വ്യക്തിയുടെ പെയിൻ നിങ്ങളെടുത്ത് അനുഭവിക്കേണ്ടി വരും, ആ വ്യക്തിയുടെ നെഗറ്റീവായിട്ടുള്ള ഇഷ്യൂസ് നിങ്ങളെടുത്ത് അനുഭവിക്കേണ്ടി വരും. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ആ വ്യക്തി ഒരു സക്സസ് ആയിട്ട് പോയിന്റ് നിൽക്കുന്ന സമയത്ത് ഇവൻ എത്ര ഉയരത്തിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിക്ക് വ്യക്തമായിട്ടുള്ള ഡിവൈൻ വാല്യൂ ആ വ്യക്തി തന്നിരിക്കും. ഇനി ആ വ്യക്തി മരിക്കുന്നതിന് തൊട്ട് മുന്നേ വരെ നിങ്ങളെ പേരോ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഓർത്തിരിക്കും. കാരണം ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ മാത്രമായിരിക്കും എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നത്. കാരണം നിങ്ങൾ ജെനുവിനായിട്ടാണ് നിന്നെന്നുള്ളതും നിങ്ങൾ മനസ്സ് കൊടുത്താണ് നിന്നെന്നുള്ളതും ആ വ്യക്തിക്ക് ഇപ്പം മനസ്സിലായില്ലെന്നെങ്കിൽ പോലും പിന്നീട് ഒരു ദിവസം ആ വ്യക്തിക്ക് പല ആൾക്കാർ വഴി മനസ്സിലാവും. കാരണം ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതേ കണക്ക് പറയുന്ന കണക്ക് എന്നെങ്കിലും ഒരു ദിവസം ആ വ്യക്തിയുടെ അടുത്തും ഇതേ കണക്ക് ഒരാൾ പറയും, അല്ലെങ്കിൽ എന്നെപ്പോലെ, അല്ലെങ്കിൽ വിധിക്കപ്പെട്ട ആരെങ്കിലും ആ വ്യക്തിക്ക് അത് പറഞ്ഞു കൊടുക്കും. ആ പ്രണയത്തിൻ്റെ ബന്ധത്തിൻ്റെ വില എന്തായിരുന്നു, അല്ലെങ്കിൽ അതെന്തായിരുന്നു, മറ്റേതെന്തായിരുന്നു, മറിച്ചെന്തായിരുന്നു എന്നൊക്കെ ആ വ്യക്തിക്ക് മനസ്സിലാക്കുന്നൊരു സമയം വരും. പക്ഷേ ആ സമയത്ത് നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എങ്ങനെ ആയിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിവിടെ കാണിക്കും. കാരണം അത് ഡിവൈൻ്റെ കയ്യിലായിട്ടാണ് കാണിക്കുന്നത്. അപ്പം ഇവിടെ കാണിക്കുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരുപാട് ആൾക്കാർ സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും സോൾ കോൺട്രാക്റ്റ് എഴുതി വച്ചിരിക്കുന്ന സംഭവങ്ങളായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഈ വ്യക്തി വരണം എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. സോൾ കോൺട്രാക്റ്റ് ഒപ്പിടണം. ഇവർ നിങ്ങൾ തമ്മിൽ എങ്ങനെയെങ്കിലും കണ്ടുമുട്ടി ഇതെല്ലാം സംഭവങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്ത് അവസാനിക്കും വരെ ഡിവൈൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുക. കാരണം ഇത് സോൾ പർപ്പസ്. ഇത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മയായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായ ചില സിറ്റുവേഷൻസ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേരണം, വിധിക്കപ്പെടണം എന്ന്. പക്ഷേ നിങ്ങൾക്ക് ഇതുവരെ ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടായിട്ടില്ല, ഇതൊരു അനൗൺസ് ഉണ്ടായിട്ടില്ല, നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു മോചനം ഉണ്ടായിട്ടില്ല, നിങ്ങൾക്ക് ഇതിലൊരു അനൗൺസ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. നെക്സ്റ്റ് ഡിസിഷൻസ് എന്താണെന്ന് യൂണിവേഴ്സ് ഇതിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഒരുപാട് പേർക്ക് ടിൻ ഫ്ലെയിം ചെയ്യണതാണ് സോൾമേറ്റ് കണക്ഷനാണ്. അതുപോലെ തന്നെ ഇത് കൺട്രോൾ ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സാധനം അല്ല എന്നുള്ളത് കാണാൻ പറ്റുന്നത് ഡിവൈൻ സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഏതാണെന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരുപാട് പേരെ സംബന്ധിച്ചാണ്. അങ്ങനെ ഇത് ആകാശിക റെക്കോർഡ് ആയതുകൊണ്ട് തന്നെ അങ്ങനത്തുള്ള ബന്ധങ്ങളെ എൻ്റെ അത് കാണിക്കത്തുള്ളൂ. അപ്പം അങ്ങനത്തുള്ള സിറ്റുവേഷൻസ് ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരുപാട് ഓപ്പർച്യൂണിറ്റിയും വരും, ഒരുപാട് പഠനങ്ങളും നിങ്ങൾക്ക് ഇതുവഴി പഠിക്കാൻ പറ്റും, ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകാൻ പറ്റും. അതുപോലെ തന്നെ എന്താ പറയുക,
റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ബന്ധങ്ങൾ നിങ്ങൾക്ക് ഈ വഴി കിട്ടും. അതുപോലെ തന്നെ എന്താ പറയുക, ഹൈ ആയിട്ടുള്ള എനർജീസുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്താ പറയുക, നിങ്ങൾക്ക് ഈ ജന്മത്തിൽ വന്ന പർപ്പസ് എന്താണെന്ന് നിങ്ങൾക്ക് തീർക്കാനും പറ്റും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എന്താ പറയുക, ആ വ്യക്തിക്ക് അത് അറിയുമോ ഇല്ലെന്നല്ല, പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആ ഒരു പർപ്പസ് മനസ്സിലാക്കി പോകാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വ്യക്തിനെ കടന്ന് അനുഭവിക്കണം. കാരണം ഓൾമോസ്റ്റ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര മോശമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഞാൻ അത് നോക്കുന്നില്ല. കാരണം അത് നോക്കി ഞാനിവിടെ എനർജി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എനർജി എനിക്ക് ഇങ്ങോട്ട് കിട്ടും. അപ്പം ആ എനർജി ഞാൻ ചുമ്മാ എടുത്ത് അനുഭവിക്കണോ? അങ്ങനെയൊന്നും പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, സീരിയസ്ലി ഇവിടെ നോക്കുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ആ വ്യക്തി നിങ്ങൾ ഇതിൻ്റെ അകത്തൊരു ഒരു കോട്ട് എന്താണെന്ന് പറയുമ്പോഴത്തേക്കും, വേറൊരാൾ കാരണം നമ്മളുടെ ഉറക്കം പോയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ആ വ്യക്തിയും ഉറങ്ങാണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് വരും എന്നുള്ളതാണ് ഒരു യൂണിവേഴ്സലിൻ്റെ ഒരു ട്രൂത്ത് അല്ല, ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഏതോ ഒരു ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ എന്തോ ഒരു ഇത് കോട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് ഇത് ഈ വ്യക്തിയായിട്ട് പോയ സിറ്റുവേഷൻസ് അല്ല, ഈ വ്യക്തിയായിട്ട് ചിന്തിച്ചു പോയ സിറ്റുവേഷൻസ് അല്ല, ഈ വ്യക്തിനെ കുറേ അധികം ആൾക്കാർ പെടുത്തിയതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പെടുത്തിയവനും പെട്ടു, അതുപോലെ തന്നെ എന്താ പറയുക, ആളും പെടുത്താൻ പോയനും പെട്ട്, എല്ലാവരും പെട്ട് കിടക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. കാരണം ഇവിടെ രണ്ടുപേർക്കും ഒരു മോചനമില്ലാത്ത സിറ്റുവേഷനാണ്. ഇത് നിങ്ങളെ കാണിക്കുന്നില്ല, നിങ്ങൾ റിലീസ്ഡ് ആയിട്ടാണ് കാണിക്കുന്നത്, നിങ്ങൾ വെളിയിലായിട്ടാണ് കാണിക്കുന്നത്, നിങ്ങളുടെ എനർജി അല്ല ഇവിടെ കാണിക്കുന്നത്. ഇതിവിടെ കാണിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ആരെയാണോ മനസ്സിൽ ചിന്തിച്ചത് ആ വ്യക്തിയുടെ സിറ്റുവേഷൻ ഭയങ്കര ഫ്ലോപ്പാണ്. ഇത് ഈവൻ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി റിലേറ്റീവ്സോ നിങ്ങൾക്ക് കൂടോത്രം ചെയ്ത് അങ്ങനത്തെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അവരെ ഇപ്പം അവസ്ഥ ഈ സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് പ്രോബ്ലംസിലും ഒരുപാട് സിറ്റുവേഷൻസിലും ആയി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈവൻ തേർഡ് പാർട്ടി, അതായത് നിങ്ങളുടെ റിലേഷനിൽ നിങ്ങൾ ഈ വ്യക്തിയെ മനസ്സ് കൊടുത്ത് സ്നേഹിച്ച സമയത്ത് നിങ്ങൾക്ക് തേർഡ് പാർട്ടി ആയിട്ട് എന്തെങ്കിലും ബന്ധം ആ വ്യക്തിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടുപേരെയും പൂട്ടിക്കെട്ടി നിർത്തിയേക്കുന്ന സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് കർമ്മം അനുഭവിക്കേണ്ടി വരും, ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഇഷ്യൂസിൽ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ പറ്റത്തില്ല അവർക്ക്. കാരണം നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, ആ വ്യക്തിയുടെ എനർജി നിങ്ങളിലോട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞത്, നിങ്ങളുടെ ലൈഫ് ഒരുപാട് മാറ്റം വരാനുള്ള സമയമായിട്ട് കാണാൻ പറ്റുന്നു. കുറേ അധികം റിലേഷൻഷിപ്പിൽ ബേസ് ചെയ്ത് നിൽക്കുന്നു. ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുമാത്രമല്ല, ഈ വ്യക്തി വിഷമിക്കുന്ന സമയത്ത് കൂടെ നിന്ന ആൾ ഒന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ആൾ നിൽക്കുന്നത്. കാരണം നിങ്ങളുടെ പവർ എന്താണ്, നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് ഒന്നും മനസ്സിലായിട്ടില്ലാതെയാണ് ഈ കളി കളിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തുള്ള ഇഷ്യൂസിൽ നിൽക്കുന്നതായിട്ട് കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. പാസ്റ്റ് ലൈഫിലുള്ള സിറ്റുവേഷൻസ് ആണ് എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. കുറേ അധികം ആൾക്കാർ ഒരു മായയിൽ പെടുത്തി ഇൻഫ്ലുവൻസ് ആക്കിയതാണ്. അതായത് ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ ഒരു മായയിലോ മന്ത്രത്തിലോ പെടുത്തി, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ലൂപ്പിൽ, അല്ലെങ്കിൽ ആ വ്യക്തി ഒരു വല്ല കോമഡി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ് ആക്കിയിട്ട് അങ്ങനെ പെടുത്തി ഇട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിനെ സംബന്ധിച്ച് രണ്ടുപേരും കൂട്ടിലായി കിടക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. കുറുക്കാൻ വരണമെന്നുണ്ടെങ്കിൽ കൂട് ഡിവൈൻ പയ്യങ്ങ് തുറന്നു കൊടുക്കും, വന്ന് കടിച്ച് കീറി എടുത്തുകൊണ്ട് പൊക്കോളും. അങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിലായിട്ടാണ് കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഇതിനകത്ത് ഏറ്റവും വലിയ പെയിൻ ആവുന്ന, വേദനിച്ച് റിയലൈസേഷൻ ചെയ്യുന്ന നിങ്ങളുടെ വ്യക്തിയും കൂടെ നിന്ന മേ ബി ആ വ്യക്തിയുടെ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അച്ഛനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ആയിരിക്കാം. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് എന്ത് ചെയ്യണം എന്നറിഞ്ഞൂടാ. റിലേഷൻഷിപ്പിൻ്റെ കാര്യം നിങ്ങളുടെ വ്യക്തിനെ ടോട്ടലി വിട്ടു, ഒരുപാട് പേരെ സംബന്ധിച്ച് വിട്ടു, പക്ഷേ ഓപ്പോസിറ്റ് നിന്ന ആളിനെയാണ് പിടിക്കാൻ പോണത്. അത്രത്തോളം നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസിലുള്ള ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങളൊരു ഫാമിലിയിൽ ചെന്നിട്ട് ഇത് ഞാൻ പറയുന്നൊരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഒരുപാട് തവണ നോക്കിക്കാണും, നന്നായിട്ട് പോവാം അല്ലെങ്കിൽ കോംപ്രമൈസ് ആയി പോവാം, എന്താണ് പറയുക, എന്താണ് അത് സാധനം കിട്ടുന്നില്ല, അത് എന്തോ ഒരു വാക്ക് എൻ്റെ മനസ്സിൽ വന്ന് പെട്ടെന്ന് ആ സാധനം കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ അധികം സംഭവങ്ങൾ വന്നിട്ട്, എന്താണ് ഈ കോടതിയിൽ ഒരു സംഭവം ഉണ്ടല്ലോ, കറക്റ്റ് സമയത്ത് ഇതൊന്നും കിട്ടത്തുമില്ല, അത് പോട്ടെ. അപ്പം ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ കിട്ടി ഡിവോഴ്സ്. ഇത് സാധനം കിട്ടില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ട് പോയി ചോദിച്ച് വന്നിട്ട്, അല്ലെങ്കിൽ ഞാൻ അടുത്തേക്ക് പോയി ചോദിച്ചിട്ട് വന്നിട്ടാണ് ഞാൻ ഇതിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് ഡിവോഴ്സ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് എന്താ പറയുക,
കോടതി വരെ പോകുന്നു, ചില കോംപ്രമൈസ് സിറ്റുവേഷൻസ് ആവുന്നു, പല ആൾക്കാരടുത്ത് ഇടപെടുന്നു, സംസാരിക്കുന്നു, വക്കീലുമായിട്ട് സംസാരിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ചില നടുക്ക് നിന്ന് ആരൊക്കെ സംസാരിക്കുന്നു, ഒഴിവാക്കാൻ വേണ്ടി സിറ്റുവേഷൻസ് ആകുന്നു. അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോലും ചില ആൾക്കാരുടെ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടും ഫ്ലോപ്പായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. അപ്പം എന്താ പറയുക, ഇത് മേ ബി നിങ്ങളുടെ ഫ്രണ്ട്സ് സംസാരിച്ച് കാണും, പല ആൾക്കാരും ഈവൻ ടാറോ കാർഡ് റീഡിങ്സിൻ്റെ അടുത്ത് നിങ്ങൾ ഒരുപാട് പോയി കാണും. ഞാൻ പറഞ്ഞില്ല, ഇവിടെ കാണിക്കുന്ന സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഒരുപാട് ടാറോ കാർഡ് റീഡേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഹീലേഴ്സിനെ പോയി കാണും, ഒരുപാട് സിറ്റുവേഷൻസ്, ഫാമിലി, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, ഇതൊക്കെ പോയി കാണും. പക്ഷേ ഒരു എന്ത് ചെയ്തിട്ടും ഇത് അങ്ങോട്ട് റെഡി ആവുന്നില്ല എന്നുള്ളൊരു സെറ്റപ്പിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് റിലേഷൻഷിപ്പിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് സംബന്ധിച്ച് ഡിവോഴ്സിലാവാം, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ കാണാൻ പറ്റുന്നുണ്ട്. ഈവൻ ഇത് നിങ്ങളുടെ റിലേഷൻ, അങ്ങനെ ഫാമിലിയൊക്കെ അങ്ങനെ സിറ്റുവേഷൻ പോലെ കാണുന്നുണ്ട് കേട്ടോ. ഇത് ഫാമിലി പരമായിട്ടും ഈ സിറ്റുവേഷൻസിൽ ഇടപെടുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പക്ഷേ അതൊക്കെ കഴിഞ്ഞു, എൻ്റെ ടൈം പീരീഡ് കഴിഞ്ഞു. അത് പണ്ടത്തെ കുറേ കഥകളും സ്റ്റോറീസും ഒക്കെ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ആകാശിക്കറ കൂടെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇല്ല സ്റ്റോറി പോകും കണക്ക് ഇങ്ങനെ അങ്ങ് പോകും. എന്താണ് കയറി ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ ആ എനർജിയിൽ അങ്ങ് പെട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ അവിടെ നിന്ന് എനർജി തന്നുകൊണ്ടിരിക്കും, ഞാനിവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അങ്ങനെ. അപ്പം ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ തന്നെയായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം ഇതിൻ്റെ വിധിപ്രകാരം ഇതിൻ്റെ വിധി നടത്തുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ സോൾ ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആയിരിക്കണം. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസിഷൻ എടുക്കാം എന്നുള്ളത് തന്നെയാണ് ഇവിടെ കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഇവിടെ മേജർലി വരുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് ഇത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കണക്ഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതിനുശേഷം ഡിവൈനായിട്ട് വിധിപ്രകാരം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഇഷ്യൂസ് കൊണ്ടുവന്നു, ഒരുപാട് പ്രോബ്ലംസ് കൊണ്ടുതന്നു, അതിനുശേഷം നിങ്ങളെ ഈ റിലേഷൻഷിപ്പിലാക്കി എന്നുള്ളത് തന്നെയായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം ഇവിടെ മേജർലി കാണുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളിപ്പോൾ വല്ലാത്തൊരു മൂകമായിട്ടുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മനസ്സ് കൊടുത്തായിരിക്കും പ്രണയിച്ചത് അല്ലേ? അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വന്ന് പെട്ടുപോയത്. എന്ത് ചെയ്യണം? പക്ഷേ നിങ്ങൾ കാണാനൊക്കെ ഭയങ്കര ഗ്ലാമറായിരിക്കും, കാണാനൊക്കെ ഭയങ്കര ലുക്കായിരിക്കും, ഭയങ്കര ഒരു ദൈവികതയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ എന്തോ ഒരു സാധനം കയ്യിൽ നിന്ന് മിസ്സായൊരു ഫീലായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ വ്യക്തിനെ തന്നെ ആലോചിച്ച് നിങ്ങളുടെ ലൈഫിലോട്ട് ഒരുപാട് പേര് കടന്നു വരാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ആൾക്കാർ, ഈവൻ നിങ്ങൾ പോലും ചിന്തിക്കാത്ത ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരാൻ വേണ്ടി നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത്. ഒരുപാട് ആൾക്കാർ തല ചായ്ക്കുക, നിങ്ങൾ ഡൗൺ ആയിരുന്ന സമയത്ത് തോളും കൊണ്ട് വരും തല ചായ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ഒരുപാട് സിറ്റുവേഷൻസ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ചോണം. അങ്ങനെ ഇവിടെ കാണുന്നുണ്ട്. കാരണം നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന സമയത്ത് ഞാൻ നിൻ്റെ വിഷമം മാറ്റിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ ചെന്ന് വീഴാണ്ടിരിക്കും. കാരണം നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് അത് അത്ര വൈബ്രൻ്റ് ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത്, അത്രയും അടിപൊളിയായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത്. കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ഒപ്പം ഉണ്ടാവുന്നുണ്ട്. കുറേ എനർജീസ് ഇവിടെ നിങ്ങളുടെ ഒപ്പം. എനിക്കിപ്പോൾ ഇവിടെ കിട്ടുന്നൊരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മേ ബി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പിരിഞ്ഞു പോയ ആൾക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടുപോയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് ഓരോരോ പാഠങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ഡെപ്തിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഭൂമിയിലുള്ള ആൾക്കാരെ മാത്രം പറഞ്ഞാൽ പോരല്ലോ. ഇത് കാണുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. ഞാൻ പേഴ്സണലി റീഡിങ് എടുത്ത് കൊടുത്തിട്ടുള്ള ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. ഹസ്ബൻഡ് വിട്ടുപോയിട്ട് അങ്ങനെ ഒരുപാട് വിഷമിച്ച് നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഏഞ്ചൽസ് അല്ലെങ്കിൽ ആ ഒരു എനർജി നിങ്ങളിപ്പോൾ ഭയങ്കരമായിട്ട് വിഷമിച്ച് ആ വ്യക്തിനെ മാത്രം ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലും ഒരുപാട് ആൾക്കാർ വരും. ബട്ട് നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തി നിങ്ങൾ ആലോചിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനർജി തരാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഒരു ബെറ്റർ ആയിട്ടുള്ള പൊസിഷനിൽ എത്തിക്കാൻ വേണ്ടിയിട്ടും നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ആരാണോ ചതിച്ചല്ലേ, നിങ്ങൾ ആരാണോ നെഗറ്റീവ് ആക്കിയത് ആ വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് എടുക്കണ്ട. ഞാൻ എത്ര എടുത്തിട്ടും ഈ കാർഡുകൾ തന്നെയാണ് വരുന്നത്. അപ്പം ഇതിന് മേളിൽ ഒന്നും ഇല്ല പറയാൻ വേണ്ടി. അപ്പം ഇതൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. യെസ്, ഞാൻ പറഞ്ഞില്ലേ, വേറെ കാർഡൊന്നും എൻ്റെ കൈ കിട്ടുന്നില്ല. യെസ്, സീരിയസ്ലി കണ്ടോ, നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്ത് നോക്കി, നമ്മൾ എടുത്ത കാർഡ് തന്നെയാണ് പിന്നെയും വരുന്നത്. ഓക്കെ, ലാസ്റ്റത്തെ വന്ന് അത് വേറെ. അപ്പം ഇത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പം ഇതിന് പുറമെ ആർക്കെങ്കിലും പേഴ്സണൽ ട്രീന് താല്പര്യമുണ്ടെങ്കിൽ വിളിക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു സംഭവം. അപ്പം ഓക്കെ, ബൈ, ടാറ്റ, സി യു. അടുത്തൊരു വീഡിയോയിൽ കാണാം.